നമസ്കാരം. വഴിക്കടവ് ദുരന്തത്തിൽ നിന്നും KSEBക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ച പന്നിക്കണി സ്ഥാപിക്കുന്നതായി 7 മാസം മുൻപ് KSEBക്ക് പരാതി കിട്ടിയിരുന്നു. പക്ഷേ നടപടികളൊന്നും ഉണ്ടായില്ല. ഈ വീഴ്ചയുടെ രക്തസാക്ഷിയാണ് 10ാം ക്ലാസ്സുകാരൻ. പരാതി നൽകിയിരുന്നു എന്നും അവർ തിരിഞ്ഞു നോക്കിയില്ല എന്നുമാണ് ഇവർ പരാതിയായി പറയുന്നത്. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും പ്രദേശവാസികൾ പറയുന്നു. നിലമ്പൂർ വഴിക്കടവ് വെള്ളക്കട്ടയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഷാനു, യദു എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഫുട്ബോൾ കളിക്ക് ശേഷം മീൻ പിടിക്കാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ അറസ്റ്റ് ചെയ്യും. വൈദ്യുതി മോഷ്ടിച്ച ഇത്രയും ദൂരം ലൈൻ വലിക്കുന്നത് ആദ്യമാണ് എന്നും 1/2 കിലോമീറ്ററോളം നീളത്തിൽ വയർ വലിച്ചിട്ടുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ വീഴ്ചയാണ് കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയതെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിക്കാൻ കാരണമായത്. വൈദ്യുതി കെണികൾക്ക് KSEB മൗനാനുവാദം നൽകിയിട്ടുണ്ട്. ശക്തമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആര്യാടന്റെ വാദം ശരിവയ്ക്കുന്നതാണ് നാട്ടുകാരുടെ പ്രതികരണവും. എല്ലാവരുടെയും കൺമുന്നിലാണ് മോഷണം നടക്കുന്നത്. ആരോട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. പന്നിയെ പിടിക്കാനാണ് കെണി വയ്ക്കുന്നത്. ഭൂമി ഉടമസ്ഥന് ഇതുമായി ബന്ധമില്ല. 5 കുട്ടികൾ ഉണ്ടായിരുന്നു. ഷോക്കേറ്റ ഒരു കുട്ടി എൻ്റെ വീട്ടിലേക്ക് ഓടി വന്നു. 3 കുട്ടികൾ വെള്ളത്തിൽ കിടക്കുകയായിരുന്നു. ഒരാൾ കരയിലുണ്ടായിരുന്നു. കമ്പ് ഉപയോഗിച്ച ഒരു കുട്ടിയെ വെള്ളത്തിൽ നിന്ന് മാറ്റി. താൻ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞ ഫ്യൂസ് ഊരിയ ശേഷം മറ്റു കുട്ടികളെ സ്ഥലത്ത് നിന്ന് മാറ്റി. മരിച്ച കുട്ടി മുഖം ഇടിച്ചാണ് വീണത്. പ്രദേശവാസിയായ ശ്യാം ഇങ്ങനെയാണ് പറയുന്നത്. ഇറച്ചിക്കായി പന്നി പിടിക്കൽ ഇവിടെ ബിസിനസ്സാണ്. കുട്ടി ഷോക്കേറ്റ് മരിച്ച തോടിൻ്റെ ഒരു വശത്ത് കാടും മറുവശത്ത് കൃഷിഭൂമിയുമാണ്. ഇതിനു മുൻപ് ഇവിടെ ഒരാൾ ഷോക്കേറ്റ് മരിച്ചിട്ടുണ്ട്. KSEB ലൈൻ പ്ലാസ്റ്റിക് കേബിൾ കൊണ്ട് കവറിംഗ് നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും നടന്നില്ല. ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണെങ്കിലും കെണി വച്ചിരിക്കുന്നത് ആരും ശ്രദ്ധിക്കില്ല. മീൻ പിടിക്കാനായി കുടുംബത്തോടെ പലരും എത്തുന്ന സ്ഥലമാണ് അപകടമുണ്ടായ സ്ഥലം. വല ഉപയോഗിച്ച മീൻ പിടിക്കുന്നതിനിടെ വെള്ളത്തിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. വൈദ്യുതി ലൈനിൽ നിന്ന് കമ്പി ഉപയോഗിച്ച് പന്നിയെ പിടിക്കാനുള്ള കുരുക്കിലേക്ക് വൈദ്യുതി കടത്തി വിടുകയായിരുന്നു. സംഭവത്തിൽ വഴിക്കടവ് പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. അപകടം ഫെൻസിംഗ് കറണ്ട് എടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്നെന്ന് FIR-ൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അപകടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയെന്നും FIR-ൽ പറയുന്നുണ്ട്. അനന്തു അപകടത്തിൽപ്പെട്ടത് കാൽ വൈദ്യുതി കമ്പിയിൽ തട്ടിയതോടെയാണെന്നാണ് FIR-ൽ ഉള്ളത്. ഭാരതീയ ന്യായ സംഹിത 105 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അനന്തുവിന്റെ ബന്ധു സുരേഷിന്റെ പരാതിയിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അനന്തുവിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ സുമേഷിനും ഷോക്കേറ്റിരുന്നു. മരിച്ച അനന്തുവിന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകനാണ് സുരേഷ്. സമീപത്തെ തോട്ടിൽ മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അനന്തുവിനും മറ്റ് 2 വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ ദിവസം ഷോക്കേറ്റത്. KSEB വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്ന അനധികൃത ഫെൻസിംഗിൽ നിന്നാണ് വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ അനന്തു എന്ന വിദ്യാർത്ഥി മരിക്കുകയും ഒപ്പമുണ്ടായിരുന്ന 2 പേർക്ക് ഷോക്കേൽക്കുകയും ചെയ്യുകയായിരുന്നു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മറ്റ് 2 പേരുടെ ആരോഗ്യനില തൃപ്തികരം എന്നാണ് ഇവരുടെ ബന്ധുക്കൾ അറിയിക്കുന്നത്.